അല്ല വാഹനം ഇപ്പൊ നമ്മള് കയറിയിരുന്നല്ലോ, ഡോർ തുറന്ന് കയറി. ഇനിയിപ്പോ നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് തയ്യാറാണ്. നമ്മൾ എന്തായിരിക്കും ആദ്യം ചെയ്യേണ്ടത്? ഹാൻഡ് ബ്രേക്ക്. ഇപ്പൊ നമ്മള് ഹാൻഡ് ബ്രേക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നിരപ്പല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴാണ് ഹാൻഡ് ബ്രേക്ക് ഇടുന്നത്. ഇപ്പൊ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് എന്ത് സംഭവിക്കും? ഇതൊരു ഇറങ്ങിപ്പോകും. അപ്പൊ ഹാൻഡ് ബ്രേക്ക് ആണ് നമ്മൾ ആദ്യം വാഹനത്തിൽ കയറിയാ ചെയ്യേണ്ടത്. നമ്മുടെ ഇരിപ്പിടം കറക്റ്റ് ചെയ്യുക, സീറ്റ് അറേഞ്ച് ചെയ്യുക. നമ്മൾ ചെയ്ത ഇടത് കാലിന്റെ താഴത്ത് ഒരു ലിവർ ഉണ്ട്. ഇടത് കാലിന്റെ താഴത്ത് നമ്മളുടെ ഇടത് കാല് ഇതാണ്, ഇതിന്റെ താഴത്ത് ഒരു ലിവർ ഉണ്ട്. ആ ലിവർ നേരെ മേപ്പോട്ട് പൊക്കിയിട്ട് മുന്നോട്ട് തള്ളു. മതിയല്ലോ. അതിന്റെ താഴത്ത് പെഡലുണ്ട് 2-3 ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. മനസ്സിലായോ? ആ പെഡലില് ക്ലച്ച് ഇങ്ങേറ്റത്തെ പെഡലുണ്ട ഇടത്, അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ചവിട്ടി നോക്കിക്കും മക്കള്. ചവിട്ടാൻ പറ്റുന്നുണ്ടോ? ഉറപ്പാണ്. ഉപ്പൂറ്റി നിലത്ത് മുട്ടിച്ചേ. ഇനി ചവിട്ടിക്ക. ഇനി ഒന്ന് പതുക്കെ ഉപ്പൂറ്റി ബലം നിലത്ത് മുട്ടിച്ച് ബലം പിടിച്ചോണ്ട് പത്തി മാത്രം ഒന്ന് അനക്കി നോക്കിക്കും മക്കള്. മനസ്സിലായോ? ഓക്കെ. ഇനി ഒന്ന് ഇടത് കാലം കൊണ്ട് ക്ലച്ച് ചവിട്ടിക്കും മക്കള്. ക്ലച്ച് ഫുള്ളായിട്ട് പിടിക്കാം മക്കള്. ബലം കൊടുക്കണ്ട. മോള് ഫ്രീ ആയിട്ട് ഒരു ചെയറിൽ ഇരിക്കുന്ന പോലെ ഫ്രീ ആയിട്ടിരിക്കാം. ഒന്നും കൂടെ ചവിട്ടിക്ക. ഒന്ന് ഫ്രീ ആക്കിക്ക. ഓക്കെ ആണോ? ഇനി ഇച്ചിരി കൂടെ മുന്നോട്ട് കയറുക വല്ലതും ചെയ്യണ സീറ്റ്. ഇടത് ലെഫ്റ്റ് മതി. ഓക്കെ അല്ല? ഈ ചാര് വല്ലതും മുന്നോട്ട് വല്ലതും പറയണ ഇത്തിരിയും കൂടെ. അപ്പൊ റൈറ്റ് മതി. കൈയെടുത്ത്. ഓക്കെ അല്ല? ഇപ്പൊ കംഫർട്ട് ആയില്ലേ ഇരിപ്പ്? ഇപ്പൊ നമ്മൾ ആദ്യം വാഹനത്തിൽ കയറി എന്താണ് ചെയ്യേണ്ടത്? സീറ്റ് അറേഞ്ച് ചെയ്യുക. അതിനുശേഷം എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ അല്ലേ? അതിനുശേഷം നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? കേക്കട്ടെ. ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മള് വാഹനത്തിൽ കയറിയ 3 കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ വാഹനത്തിന്റെ സീറ്റ്, നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടം കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പുറകിൽ നിന്ന് വരുന്ന വാഹനം കാണുന്ന രീതിയിൽ മിറർ അറേഞ്ച് ചെയ്യുക. മിറർ നോക്കിക്കുക. നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശവും പുറകിൽ നിന്ന് ബാക്ക് വശവും പിന്നെ അതിന് പുറകു വ്യൂവും കിട്ടുന്നുണ്ട്. മോളി നേരെ നോക്കിക്കേ. എന്നിട്ട് എയർ കണ്ടിട്ടൊന്ന് മക്കളെ നോക്കിക്കേ. അത് കഴിഞ്ഞാൽ നമ്മുടെ പുറകു വ്യൂ കിട്ടുന്നില്ലേ? ഓക്കെ അല്ല? ഇതാണ് നമുക്ക് മിറർ അറേഞ്ച് ചെയ്യാം. ഈ മിറർ എങ്ങനെയാ കാണാൻ പറ്റുന്നുണ്ട്? അതുപോലെ ഈ വണ്ടിയുടെ ബാക്കും ഇപ്പോഴാ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതിനുശേഷം ഈ സെന്റർ മിററാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു 1-2 മണിക്കൂർ ഞാൻ ഈ മിറർ ഞാൻ എടുക്കുക. കാരണം 2 വ്യൂ ഞാൻ തന്നിട്ടുണ്ട്. ഈ ഒരു വ്യൂ ഞാൻ എടുത്തിരിക്കുക. എന്താണ് മാം ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല കറക്റ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പം വാഹനത്തിൽ കയറി സീറ്റ് അറേഞ്ച് ചെയ്ത് മിറർ അറേഞ്ച് ചെയ്ത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ആണ് ഇടേണ്ടത്. ഇപ്പൊ ബെൽറ്റ് ഇടേണ്ട കുറച്ചു നേരം കൂടെ നമുക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ബെൽറ്റ് ഇടാം. ശരിക്കും ഈ 3 കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് വാഹനത്തിൽ കയറിയാൽ. മനസ്സിലായോ? അപ്പൊ ഇനിയിപ്പോ നമ്മള് എന്തെങ്കിലും ഇപ്പൊ നമ്മള് വാഹനത്തിൽ കയറി നമ്മളിപ്പോ ഈ ഗിയർ ലിവറിലോ ഹാൻഡ് ബ്രേക്കിലോ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോകുമ്പോഴും ബ്രേക്കിൽ കാല് വെച്ചിട്ട് ചെയ്യാവുള്ളൂ. ബ്രേക്ക് ചവിട്ടി പിടിച്ചോണ്ട് ചെയ്യാവുള്ളൂ. മനസ്സിലായോ? നടക്കത്തത്. ആക്സിലേറ്റർ ഇങ്ങേറ്റത്തത്. മനസ്സിലായോ? അത് ഏത് കാലം ഉണ്ടായിരിക്കും ആക്സിലേറ്റർ ചവിട്ടേണ്ടത്? ബ്രേക്ക് ചവിട്ടേണ്ടത്? ക്ലച്ച് ചവിട്ടേണ്ടത്? ഓക്കെ അല്ലേ? എന്തിനു വേണ്ടി നമ്മൾ ആക്സിലേറ്റർ ചവിട്ടുന്നത്? സ്പീഡ്. ബ്രേക്ക് ചവിട്ടുന്നതോ? വണ്ടി സ്ലോ ചെയ്യാനും നിർത്താനും വേണ്ടി. അപ്പൊ നമ്മളിപ്പോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, ഒരു 14 വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുക. മോള് വേഗത കുറയ്ക്കാനായിട്ട് എന്തുമായിരിക്കും ചെയ്യുന്നത്? ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ ചവിട്ടുന്നത്? ആദ്യം ഗിയർ ഡൗൺ ചെയ്യണം, എന്നിട്ട് ബ്രേക്ക് ചവിട്ടണം. അങ്ങനെയല്ല? ഇപ്പൊ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വണ്ടിയുടെ വേഗത കുറയ്ക്കണമെങ്കിൽ ആദ്യം ബ്രേക്കേ ചവിട്ടുള്ളൂ. ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്തതിനു ശേഷം ക്ലച്ച് ചവിട്ടുക. ഗിയർ ഡൗൺ ചെയ്യണോ വേണ്ടത്? ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിർത്താനായിട്ട് പോവുകയാണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല. ഏത് ഗിയറിൽ ഓടി വന്നാലും ക്ലച്ച് ഫുള്ളി ചവിട്ടി വന്നാൽ ന്യൂട്രൽ പൊസിഷനാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ന്യൂട്രൽ ആകത്തില്ല, ന്യൂട്രൽ പൊസിഷനാണ്. വണ്ടി ഓഫ് ആകത്തേ ഇല്ല. മനസ്സിലായോ? അതിനുശേഷം ഒതുക്കി നിർത്തിയതിനു ശേഷം ന്യൂട്രൽ ആക്കുക, ഹാൻഡ് ബ്രേക്ക് വലിക്കുക. ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. വേഗത കൂടുന്നതനുസരിച്ച് ഗിയർ മേളിലോട്ട് കയറാം. ഇപ്പൊ എവിടെയെങ്കിലും സ്പീഡ് കുറച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ ഡൗൺ ചെയ്ത് വരേണ്ട ആവശ്യമില്ല. ഇല്ല. ഇപ്പൊ 4th-ലോ 5th-ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. മാമിന് എവിടെയെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ മാളിലോ എവിടെയെങ്കിലും കയറണമെന്ന് വിചാരിച്ചു. മാമിന് മനസ്സിലായി അവിടെ നിർത്തണമെന്ന്. 5th ഗിയറിൽ വരുവാണെങ്കിൽ മാം ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്ത് വരിക. ഏത് ഗിയറിലാണെങ്കിലും ക്ലച്ച് ഫുള്ളി ചവിട്ടി വന്ന ന്യൂട്രൽ പൊസിഷനാണ്. മനസ്സിലായി? എഞ്ചിനും ഗിയർ ബോക്സുമായിട്ടുള്ള പിടുത്തം വിടും, വണ്ടി ഫ്രീ ആണ്. എന്നിട്ട് മാം അവിടെ എവിടെയാണ് നിർത്തേണ്ടത് അവിടെ നിർത്തുക, ന്യൂട്രലാക്കുക. അല്ല, സാഹചര്യമാണ്. ബ്രെയിൻ ആണ് കാലിലോട്ട് കൊടുക്കുന്ന പവർ. ഫുൾ ബ്രേക്ക് എവിടെയും നമുക്ക് വരുന്നില്ല.
അല്ല ഇപ്പൊ വണ്ടി ഇപ്പൊ നിർത്തണം, ഗിയർ ഡൗൺ ചെയ്യുന്നില്ല, നമ്മൾ ബ്രേക്ക് ചവിട്ടി സ്ലോ ആക്കി ക്ലച്ചും ചവിട്ടി ഫുള്ള്, അപ്പൊ വണ്ടി നിക്കും, വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ട് വീലിൽ ഉരുളിച്ച് നിക്കും. വീലിൽ ഉരുളിച്ച് നിന്നിട്ട് ന്യൂട്രലാക്കിയതിനു ശേഷം ക്ലച്ച് കാലെടുക്കാവുള്ളൂ. എന്നിട്ട് ഗിയർ ന്യൂട്രലാക്കണം. ന്യൂട്രലാക്കിയാലേ എന്ത് സംഭവിക്കും? വണ്ടി മുന്നോട്ട് പോകത്തില്ല. ഇപ്പൊ നമ്മൾ ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്ത് ഫിഫ്ത്ത് ഗിയർ വെച്ചിരിക്കുകയാണെങ്കിൽ ക്ലച്ചിൽ നിന്ന് കാലം ആദ്യം എടുക്കുമ്പോൾ ഇഞ്ചിൻ അടിച്ച് ഓഫായി പോകും, വണ്ടി ഓഫായി പോകും. മനസ്സിലായി? കാരണം നമ്മൾ മുന്നോട്ട് എടുക്കുന്ന ഏത് ഗിയറില്ല? ആദ്യം ഫസ്റ്റ് ഗിയറില്ല. അപ്പൊ ഓടി വന്ന ഏത് ഗിയറിലാണ്? ഫിഫ്ത്ത് ഗിയറില്ല. അതിലെടുക്കാൻ പറ്റത്തില്ല വണ്ടിക്ക്, വണ്ടി ഓഫായി പോകും. മനസ്സിലായോ? ഒരുപാട് ടെൻഷൻ ആക്കുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. കാരണം നമുക്ക് ആ വണ്ടി ജസ്റ്റ് ഒന്ന് അനക്കിയെങ്കിലും നോക്കണമെന്ന്. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഓക്കെ അല്ലേ? ക്ലച്ച് ഒന്ന് അമർത്തി ചോട്ടിക്കാം മക്കള്. ചോട്ടിയില്ല. ഇനി ഒന്ന് മോളൊന്ന് ഗിയർ ഒന്ന് ഇട്ട് കാണിച്ചെന്ന്, 4 ഗിയർ വരെ ഒന്ന് ഇട്ട് കാണിച്ചെന്ന്. ക്ലച്ച് തന്നെയാണ്. മോള് ശരിക്കും പറഞ്ഞാൽ ഈ ലിവറിനകത്ത് ഒരുപാട് ബലം പിടിച്ചാണ് ഗിയർ ഇട്ടത്. അപ്പൊ മോള് പറയുന്ന എല്ലാം കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ പറഞ്ഞത് കറക്റ്റ് ആണ്. ഫസ്റ്റ് ഗിയർ മോള് കറക്റ്റ് ആയിട്ട് ഇട്ട, ബലം പിടിച്ചിട്ടാണെങ്കിലും ഫസ്റ്റ് ഗിയറിലോട്ട് തന്നെ പോയത്. സെക്കൻഡ് ഇട്ടതും ബലം പിടിച്ചിട്ടാണെങ്കിലും കറക്റ്റ് ആണ്. തേർഡിന് വരെ മോളിട്ട് ഫിഫ്ത്ത് ആണ്. ഫോർത്തിന് വരെ മോളിട്ട് റിവേഴ്സ് ഗിയർ ആണ്. മനസ്സിലായി? അതെന്താന്ന് മനസ്സിലാകത്തെന്ന് അറിയുമോ? ശരിക്കും സ്ട്രെയിൻ ചെയ്താണ് ഗിയർ ഇടുന്നത്. അപ്പൊ ഇതിനകത്ത് 2 നെഗറ്റീവ് ഉണ്ട്. ഒന്ന്, നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഏത് ഗിയറിലോട്ട് പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. 2, മോള് നമ്മുടെ ബ്രെയിൻ അലർട്ട് ചെയ്യുന്ന ഈ കൈയിലോട്ടും ഗിയർ ലിവറിലോട്ടുമാണ്. അപ്പൊ മോള് ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാനായിട്ട് ഇത്ര അലർട്ട് ചെയ്യുമ്പോൾ റോഡിന് ഒരിക്കലും സ്ട്രൈറ്റ് കിട്ടത്തില്ല, ബെൻഡ് ആയിരിക്കും റോഡ്. അലൈൻമെന്റിനനുസരിച്ച് വണ്ടി മറിഞ്ഞുകൊണ്ടിരിക്കും. മോള് ഗിയർ ഇട്ടതിന് ശേഷം നേരെ നോക്കുമ്പോൾ വണ്ടി ലെഫ്റ്റിലോ റൈറ്റിലോട്ടായിരിക്കും നിൽക്കുന്നത്. മോൾ അപ്പോൾ ലെഫ്റ്റിലോട്ട് കയറുന്ന കാണുമ്പോൾ മോൾ എന്ത് ചെയ്യും? അയ്യോ ലെഫ്റ്റിൽ പോയി ഇടിക്കുമെന്ന് ചോദിച്ചാൽ റൈറ്റിലോട്ട് പിടിച്ചൊരു തിരി കൊടുക്കുമ്പോൾ റൈറ്റിൽ നിന്ന് വരുന്ന ആളെ കാണത്തില്ല. അങ്ങനെയാണ് ഒരു 70% അപകടം ഉണ്ടാകുന്നത്. എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാർ കൊണ്ടുവരുന്നത് അപകടം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഗിയറിനെ ആദ്യം എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു പൊസിഷന്, ന്യൂട്രൽ പൊസിഷന് കണ്ട, ഈ ലിവറിന് 2 അറ്റങ്ങളുണ്ട്, വലതും ഇടതും ഉണ്ട്. കണ്ട, 2 അറ്റങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ ന്യൂട്രൽ, ഈ ഒരു പൊസിഷനാണ് ഗിയർ ലിവർ കിടക്കുന്നത്. ഞാൻ ന്യൂട്രലിലോട്ട് ഇങ്ങനെ ഒന്ന് തള്ളി, എന്നിട്ടാണ് മേപ്പോട്ട് ഫസ്റ്റ് ഗിയർ ഇടേണ്ടത്. ഞാൻ കൈ എടുത്തപ്പോൾ അതിന്റെ ജോലി ചെയ്യുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ട്. എവിടെ വന്നത്? ന്യൂട്രലിൽ വന്ന എവിടെ, ഏത് പൊസിഷനിൽ? സെന്റർ എന്ന് പറഞ്ഞ പൊസിഷനിൽ വന്ന് വീണ്ടും ഞാൻ അങ്ങോട്ട് കൈ മാറ്റി വീണ്ടും അതിന്റെ ജോലി അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് സെന്ററിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചു വെച്ചോണ്ടിരുന്നാലോ സെന്ററിലോട്ട് പോകത്തില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് നോക്കുവാണ്. ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് നോക്കുമ്പോൾ എന്ത് സംഭവിക്കണം? മാക്സിമം ഇത് കണ്ട, ഇടത്തോട്ട് തള്ളി ജസ്റ്റ് മേളിലോട്ട് തട്ടി വെച്ചാൽ മതി. ഇത് കണ്ട, ഇവിടെ കിടന്ന ലിവറിനെ ഞാൻ മാക്സിമം ഇടത്തോട്ട് തള്ളി നേരെ ഉയർത്തി വന്നപ്പോ 1ാമത്തെ ഗിയറായി. മനസ്സിലായോ? വീണ്ടും എനിക്ക് സെക്കൻഡ് ഗിയർ ഇടണം. ജസ്റ്റ് ഞാനൊന്ന് തട്ടിയപ്പോ ലിവർ എവിടെ വന്ന്? ന്യൂട്രലിൽ വന്ന് സെന്ററിൽ വന്ന് അതിന്റെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും ഇടത്തോട്ട് തള്ളി താഴോട്ട്. കണ്ട, ഫസ്റ്റ് ഗിയറിൽ കിടന്ന ലിവറിനെ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോൾ അത് ഇവിടെ നിന്ന് നേരെ ഓടി സെന്ററിൽ വന്നു. സെന്ററിൽ നിന്ന് വീണ്ടും ഞാൻ ഇടത്തോട്ട് തള്ളി നേരെ താഴോട്ടാക്കിയപ്പോൾ 2ാമത്തെ ഗിയറാണ് വീണത്. ഇതിപ്പം ജസ്റ്റ് തട്ടി ഇതിപ്പം ന്യൂട്രലാണ് കിടക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് ഇടത്തോട്ട് തള്ളി ഫസ്റ്റ് ഇട്ടു. ശരിയല്ലേ? ഫസ്റ്റ് ഇട്ടതിന് ശേഷം ന്യൂട്രലാക്കിയിട്ട് ഇത് ഇങ്ങനെ തന്നെ പിടിച്ചോണ്ടിരിക്കുവോ? അതിന് പോകാൻ പറ്റുമോ? ഇല്ല. ഇത് ഞാൻ വിട്ടാലോ, അപ്പൊ കൈ ഫ്രീ ആക്കിയാലോ കറക്റ്റ് സെന്റർ അതിന്റെ ജോലി കറക്റ്റ് ആയിട്ട് അത് ചെയ്യും. നമ്മൾ അതിനെ പിടിച്ചു വെച്ചാൽ പോകത്തില്ല. അത് വീണ്ടും ഞാൻ ഇടത്തോട്ട് തള്ളി നേരെ താഴോട്ട് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി പിടിച്ചോ. കണ്ട, സെക്കൻഡ് ചവിട്ടി പിടിച്ചോ ക്ലച്ച്, കാലെടുക്കണ്ട. കണ്ട, സെക്കൻഡിലോട്ട് വന്നു. ഇനി എനിക്ക് തേർഡ് ഇടണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് തട്ടിയപ്പോൾ അതിന്റെ ജോലി വീണ്ടും അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് സെൻട്രലിൽ വരുവാന്നുള്ള അതിന്റെ ജോലി. ഞാൻ ജസ്റ്റ് നേരെ മേപ്പോട്ട് തട്ടിയപ്പോൾ എന്ത് കിട്ടി? തേർഡ് ഗിയറിലോട്ട് പോയി. ഇവിടെ കിടന്ന ലിവറിനെ ഞാൻ തട്ടിയപ്പോൾ സെൻട്രലിലോട്ട് വന്ന് സെൻട്രിൽ നിന്ന് ഞാൻ നേരെ മേപ്പോട്ട് നോക്കിയപ്പോൾ തേർഡിലോട്ട് വന്നു. മനസ്സിലായോ? വീണ്ടും ഞാനിത് അതിനെ ഫോർത്തിലോട്ടാക്കണേ ന്യൂട്രൽ സെൻട്രിൽ വന്നു നേരെ താഴോട്ട്. ഇവിടുന്ന് ന്യൂട്രൽ വന്ന് നേരെ താഴോട്ട് ഫോർത്ത്. വീണ്ടും ഞാൻ ജസ്റ്റ് തട്ടിയപ്പം സെൻട്രൽ വന്നത്. വീണ്ടും ഞാൻ ഇടത്തോട്ട് കൈ തള്ളി നേരെ താഴോട്ട് കയറ്റിയപ്പം റിവേഴ്സ്. കണ്ട, ന്യൂട്രൽ കൊണ്ടുവന്ന ലിവറിനെ ജസ്റ്റ്
തട്ടി റിവേഴ്സ്, ഇടത്തോട്ടല്ല വലത്തോട്ടോ. തള്ളിയപ്പോ റിവേഴ്സ് വീണു. ബലം പിടിക്കേണ്ട ആവശ്യമുണ്ടോ? മാം ശരിക്കും ശക്തി പിടിച്ചല്ലേ ഇട്ടിരിക്കുന്നത്, ശരിയല്ലേ? അതിന്റെ ആവശ്യമില്ല. ഈ ഗിയർ മാം കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാമിന് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും. ഗിയറിലോട്ട് ബലം വരുന്ന എപ്പോഴെല്ലാണോ അപ്പോഴെല്ലാം മാമിന്റെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് പോകും. മനസ്സിലായോ? ജസ്റ്റ് ന്യൂട്രലാക്കുക. മനസ്സിലായോ? ഫസ്റ്റ് ഇടാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? ബലം പിടിക്കാതെ കൈ മേലിൽ വെച്ച് ബലം പിടിക്കരുത്. ഫസ്റ്റ് ഇട്ട് മേപ്പോട്ട് കണ്ടാ, അപ്പോഴും സ്ട്രെയിൻ ചെയ്ത ഒരു തട്ട് കൊടുത്തത്, ശരിയല്ലേ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ന്യൂട്രലാക്കിക്കേ, സെക്കൻഡ് ആക്കിക്കേ, ന്യൂട്രലാക്കിക്കേ, തേർഡ് ആക്കിക്കേ, സ്ട്രെയിൻ ചെയ്യരുത്. അപ്പോഴും ഒരു തള്ളു കൊടുത്ത് നല്ല ശക്തിക്ക്. ഫോർത്ത് ആക്കിക്കേ, ന്യൂട്രൽ, ഫോർത്ത്. മാം ഇപ്പൊ 4 ഗിയർ ഇട്ടതും മാമിന് മനസ്സിലായി കറക്റ്റ് ആയിട്ട്. ഞാൻ 4 ഗിയറും കറക്റ്റ് ഷാർപ്പായിട്ട് ഇട്ടത്. കാരണം എന്താണ്? മാം ബലം പിടിച്ചിട്ടില്ല, ഫ്രീ ആയിട്ടല്ല ഇട്ടത്. നേരത്തെ ആദ്യം ഇട്ടതുപോലെയാണോ നമ്മൾ ഗിയർ ഇട്ടത്? അല്ല. ഇത്ര സിമ്പിൾ ആണ് ഗിയർ ഇടാനായിട്ട്. ഇപ്പൊ മാം ഇട്ടിരിക്കുന്നത് ഇത് 4th ഗിയറിലെ കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് തട്ടിക്ക്, ന്യൂട്രലാകട്ടെ. സെക്കൻഡിലോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രേ ഉള്ളു കാര്യം, നിസ്സാരമല്ല. ഗിയർ ന്യൂട്രലാക്കിക്ക്, റിവേഴ്സ് ഇട്ട് സ്ട്രെയിൻ ചെയ്യരുത്, ബലം പിടിക്കരുത്. അത്രേ ഉള്ളു കാര്യം. ന്യൂട്രലാക്കിക്ക്, ഫസ്റ്റ് ഇട്ട് ബലം ഇപ്പോഴും വന്നാണ്ട ബലം. ബലം വരെ അത് ബ്ലഡിനകത്തുണ്ട്. അത് മാറ്റിയെടുക്കണം. മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് ഓടാൻ പറ്റൂ. സെക്കൻഡ് ആക്കിക്കേ, തേർഡ് ആക്കിക്കേ, ന്യൂട്രലാക്കിക്കേ, ഫോർത്ത് ആക്കിക്കേ, തേർഡ് ആക്കിക്കേ, ബലം കൊടുക്കരുത്. സെക്കൻഡ് ആക്കിക്കേ, ന്യൂട്രലാക്കിക്കേ, ഫസ്റ്റ് സെക്കൻഡ് ന്യൂട്രൽ. നേരത്തെ വീണ ഗിയർ ഏതാന്ന് മനസ്സിലായോ? അപ്പൊ മാമിന് തന്നെ മനസ്സിലായില്ലേ ആ സെക്കൻഡ് ഗിയർ അല്ല. ആദ്യം ഇട്ടപ്പോ മാമിന് മനസ്സിലായത് ഇല്ല. അതാണ് പറഞ്ഞത്, നമ്മൾ ഗിയർ ഫ്രീ ആയിട്ട് ഇട്ട ഏത് ഗിയറിലോട്ട് പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. തേർഡ് ആക്കിക്കേ, ഫോർത്ത് ആക്കിക്കേ, ന്യൂട്രൽ ആക്കിക്കേ, സെക്കൻഡ് ന്യൂട്രൽ. ഇപ്പൊ ഏകദേശം ഗിയർ മനസ്സിലായി, ഉറപ്പല്ലേ? ഇനിയും മാം ബലം പിടിക്കും, ഗിയർ തെറ്റിപ്പത്തില്ല, പക്ഷെ സ്ട്രെയിൻ ചെയ്യും. കാരണം നമ്മളെ ബ്ലഡിൽ അതുള്ളത് കൊണ്ടാണ് സ്ട്രെയിൻ ചെയ്യുന്നത്. അതിനി കുറെ നാളിങ്ങനെ ഓടി ഓടി മാറി വരുമ്പോഴേ മാമിന് ഇത് കൈകാര്യം. മാം ഫ്രീ ആയിട്ട് പിടിക്കത്തില്ല, ബലം ശക്തി പിടിക്കും. ഗിയർ ഇടാനായിട്ട് പെട്ടെന്ന് ചെയ്ത് മാറാനായിട്ട് ശക്തി പിടിക്കും. അതാണ് സംഭവിക്കുന്നത്. ക്ലച്ചിന് കാലം ബലം പിടിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല, ബലം പിടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇതാണ് ഇപ്പൊ ജസ്റ്റ് 5 ഗിയർ ഞാൻ പരിചയപ്പെടുത്തുന്നത്. റിവേഴ്സ് ഉൾപ്പെടെ 5 ഗിയറെ പരിചയപ്പെടുത്തുള്ളൂ. വീണ്ടും മുന്നോട്ട് ഓടാനായിട്ട് 5th ഗിയർ ഉണ്ട്. പക്ഷെ നമ്മുടെ കപ്പാസിറ്റി ഇപ്പൊ ആയിട്ടില്ല. സാഹചര്യം ഉണ്ടെങ്കിൽ മാം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ 5ാമത്തെ ഗിയറും കൂടി ഇടിപ്പിച്ച് ഞാൻ ഓടിപ്പിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ 2 ഗിയർ ഇട്ടെങ്കിലും നമുക്ക് ഈ വാഗണർ വെളിയിലോട്ട് ഇറക്കുക, തിരിച്ച് കയറ്റുക. അതെങ്കിലും മാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഓക്കെ? ഇപ്പൊ ഗിയർ മനസ്സിലായല്ലോ. ഇപ്പൊ നമുക്ക് മുന്നിലൊരു തടസ്സമുണ്ട്. അയാളെ ഇറിറ്റേറ്റ് ചെയ്യാതെ നമ്മൾ എങ്ങനെ കടന്നു പോണത്? അയാളൊന്ന് വഴിയിൽ നിന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിലൊരു തടസ്സം വന്ന് നമ്മൾ വന്നെന്ന് എങ്ങനെ അറിയിച്ചു കൊടുക്കുക? അയാളെ ഹോൺ അടിക്കുക. ഒരിക്കലും ഹോൺ അടിച്ച് അയാളെ ഇറിറ്റേറ്റ് ആക്കരുത്. മനസ്സിലായി? അതേ രീതിയിലേ ഹോൺ അടിക്കാവുള്ളൂ. ജസ്റ്റ് താക്കോലൊന്ന് ഓൺ ആക്കിക്കുക. ഒന്നും കൂടെ തിരിച്ചോ, ഒന്നും കൂടെ. മതി 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 മതി. ഓക്കെ അല്ലേ? ആ ബട്ടണിൽ താക്കോൽ ഓഫ് ചെയ്യും. ഓഫ് ഊരിയെടുത്ത് ഒന്നുകൂടെ തിരിച്ചിട്ട് ഇങ്ങനത്തെ ഞാൻ ബട്ടൺ ഞെക്കിയുണ്ട്. ഇനിയിട്ട് ഒന്നുകൂടെ തിരിച്ചോ ഒന്നുകൂടെ. മതി. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ തടസ്സം വരുമ്പോൾ ഹോൺ അടിച്ച് അയാളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് റൈറ്റിലോട്ട് തിരിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ എങ്ങനെ ഇടുന്നത്? റൈറ്റിലോട്ട് ഒന്നുകൂടെ. ഇത്രേ ഉള്ളൂ. ഓഫ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഓക്കെ. ഇപ്പൊ നമ്മൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുന്നത് എന്തിനു വേണ്ടിയാണ്? തിരിയാൻ. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുവോ? തിരിക്കണമല്ലോ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ മാം. റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് തിരി ആത്മാർത്ഥമായിട്ട് തിരി ഒരു റൗണ്ട് കറക്കി കൊണ്ടുപോവാ ആത്മാർത്ഥമായിട്ട്. ഇനി ഒന്ന് നേരെയാക്കിക്കേ. നേരെയാക്ക്. മാം ഇൻഡിക്കേറ്റർ ഇട്ടതല്ലായിരുന്നാ? ഇൻഡിക്കേറ്റർ ഓഫ് ആയില്ലേ? ഓഫായി. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആയിക്കോളും. അഥവാ സ്റ്റിയറിംഗ് തിരിച്ചില്ലെങ്കിൽ മാത്രമേ ഇൻഡിക്കേറ്റർ മാനുവലായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ റോഡിൽ കിടക്കുവാണ്, സൈഡിൽ ചേർന്ന് കിടക്കുക, നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ജസ്റ്റ് ഒന്ന് റോഡിലോട്ട് കയറുമ്പോൾ സ്റ്റിയറിംഗ് വട്ടം കറക്കുന്നില്ല. അപ്പൊ ഇൻഡിക്കേറ്റർ മാനുവലായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കണം.
അല്ലാത്ത പക്ഷമല്ല സ്റ്റിയറിംഗ് തിരിയുന്ന അനുസരിച്ച് നേരെ ആയിക്കോളും. ഇൻഡിക്കേറ്ററിലോട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കരുത്. മനസ്സിലായി? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് മനസ്സിലായ? ഇപ്പൊ ഇതിനകത്തെന്ന് പറയുമ്പോൾ ഒരു 4 വാണിംഗ് റെഡ് ആയിട്ട് കിടക്കുന്നില്ലേ, കാണിക്കുന്നില്ല 4 വാണിംഗ്, ഉറപ്പല്ലേ? അതിൽ ഒന്ന് എന്താന്ന് മനസ്സിലായ? ആ റൗണ്ടിൽ ഒരു ഐ തലതിരിച്ച് ചെയ്തിരിക്കുന്ന ഓൺ ഓഫ് അല്ല, അത് ഹാൻഡ് ബ്രേക്കിന്റെയാണ്. ഹാൻഡ് ബ്രേക്ക് ഞാൻ താത്തുമ്പോ കണ്ടോണം. കണ്ട ഹാൻഡ് ബ്രേക്ക് താത്തിയപ്പോ എന്ത് പറ്റി? മുന്നോട്ട് പോയി ആ ലൈറ്റും പോയില്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ലൈറ്റ് വന്നില്ല. ഈ റെഡിലുള്ള എല്ലാം വാണിംഗ് ലൈറ്റ് ആണ്. നിർബന്ധമായിട്ടും അതില്ലാതെ മാത്രമേ നമുക്ക് മുന്നോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും മെക്കാനിക്കൽ പ്രോബ്ലം ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഒരു വർക്ക്ഷോപ്പില് അല്ലെങ്കിൽ ഷോറൂമിലോ കാണിച്ച് റെഡി ആയിട്ടേ പോവാള്. രണ്ടാമത്തെ മനസ്സിലായി എന്താന്നുള്ള? മാം ഒന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട്. ലൈറ്റ് കത്തി കിടപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബാറ്ററി റീചാർജ് ആകുന്നില്ല. അപ്പൊ നമ്മൾ എവിടെ വെച്ച് ഓഫ് ചെയ്താലും വണ്ടി പിന്നെ മുന്നോട്ട് എടുക്കത്തില്ല, സെൽഫ് എടുക്കത്തില്ല. മനസ്സിലായോ? ഓക്കെ അല്ലേ? പിന്നെ അതിന് യെല്ലോയില് കാണുന്നില്ല. യെല്ലോയില് വാണിംഗ് ലൈറ്റ് തന്നെയാണ് തരുന്നത്. പക്ഷെ നമുക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോവാം, എന്തോ തകരാറുണ്ടെന്നാണ് പറയുന്നത്. റെഡ് അങ്ങനെയല്ല, നിർബന്ധമായിട്ടും അത് ക്ലിയർ ചെയ്തിട്ട് വണ്ടി മുന്നോട്ട് എടുക്കാവുള്ളൂ. യെല്ലോ അങ്ങനെയല്ല, നമുക്ക് കുറച്ച് ഓടിക്കാം. ഓടിച്ചു കഴിഞ്ഞാലും പക്ഷെ മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചത് ക്ലിയർ ചെയ്യണം. ഇലക്ട്രിക് സംബന്ധമായ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും. ഇപ്പൊ കോമൺ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ഇത് പടം കാണുന്നുണ്ട് റൗണ്ടില് ഒരു യെല്ലോ, കണ്ട അതിനകത്തും തല കുത്തി ഇട്ടിട്ടില്ലേ? അത് സ്റ്റിയറിംഗ് സംബന്ധമായിട്ടുള്ള. ഇപ്പൊ ഒന്ന് തിരിച്ചപ്പോ നല്ല ടൈറ്റ് അല്ലേ സ്റ്റിയറിംഗ്? അത് മാനുവൽ ആണ്. മനസ്സിലായി? സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർ സ്റ്റിയറിംഗിലോട്ട് പോകും, ഫ്രീ ആയിട്ട് നമുക്ക് കറക്കാം. അഥവാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ആ ലൈറ്റ് കത്തി കിടപ്പുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്റ്റിയറിംഗ് മാനുവലായി, പവർ സ്റ്റിയറിംഗ് കംപ്ലൈന്റ്. അപ്പോഴും നമുക്ക് വണ്ടി ഓടിക്കാം. വലിയ കംപ്ലൈന്റ് അല്ല, വണ്ടി ഓടിക്കാം. നമുക്ക് റെഡിയാക്കിയാൽ ഓക്കെ. പിന്നെ അത് ഇനി കിടക്കുന്നുണ്ട് ഒരു ചെക്ക് ഇഞ്ചിൻ ലൈറ്റ് പോലെ ഒരു ബോക്സിനകത്ത് കിടക്കണം, ചെറിയ ചതുര ബോക്സ്. അത് വയറിംഗ് സംബന്ധമായി, കറണ്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണിക്കും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് കിടക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ എന്താ കറണ്ട് സംബന്ധമായിട്ട് എന്താ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ക്ലിയർ ചെയ്തിട്ടേ മുന്നോട്ട് പോകാമെന്നാ പറയുന്നത്. വണ്ടി ഓടുന്നതിൽ കുഴപ്പമൊന്നുമില്ല, എവിടെയോ എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അത് ഇപ്പോഴത്തെ വണ്ടിയെല്ലാം സെൻസർ ആയതുകൊണ്ട് അവർ സിസ്റ്റം വെച്ച് നോക്കിയാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. മുമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവർ വയറിംഗ് എല്ലാം നോക്കി അവർ കറണ്ട് പിടിക്കാറ്. ഇപ്പൊ അങ്ങനെയല്ല, അപ്ഡേറ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ ഷോറൂമുമായിട്ട് ബന്ധപ്പെടണം. ഓടുന്നതിൽ പ്രശ്നമൊന്നും വരത്തില്ല യെല്ലോയില്, മനസ്സിലായോ? എങ്കിലും കുറെ നാളെ ഓടാതെ അതുകൊണ്ട് ക്ലിയർ ചെയ്തേക്കണം. പക്ഷെ റെഡ് നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യമോ? ഓക്കെ. ഇനി ബോറടിപ്പിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എന്ന് എടുത്തു നോക്കാം. സീറ്റ് ബെൽറ്റ് ഇട്ടു. ഈ ലൈറ്റ് എല്ലാം ഓഫ് ആവും. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഓഫ് ആണ്, ഒന്നും കാണരുത് അതിനകത്ത്. പെട്രോളിലെ മാത്രമേ കാണൂ. ഇപ്പൊ ചിലപ്പോൾ ഡിജിറ്റൽ പോലെ യെല്ലോ ലൈറ്റ് ആയിരിക്കും, ഈ കളർ അല്ലായിരിക്കും, വേറെ ഏതെങ്കിലും കളർ ആയിരിക്കും പെട്രോളിന്റെ എല്ലാം കാണിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴാണ് തിരക്ക് കുറവ്, നിന്ന് പോകാൻ പറ്റിയത്. അത് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് നിന്ന് പോകാൻ പറ്റിയത്. മിടുക്കി. ഓർമ്മ വേണ്ടട്ടോ, നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഹാൻഡ് ബ്രേക്ക് താത്തിയിട്ട് നമ്മളൊരു കുത്തിനുള്ള കയറ്റത്തിൽ നിന്നിട്ട് വണ്ടി പുറകോട്ട് മുന്നോട്ട് ഇറങ്ങി പോകാൻ? ഓക്കെ അല്ല, ആ ഒരു ഐഡിയ മതി. നമ്മളെ ചില കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇനിയിപ്പോ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഏത് ഗിയർ ആയിരിക്കും നമുക്ക് ഇടേണ്ടത്? ഫസ്റ്റ് ഗിയർ ഇട്ട്. ഇപ്പൊ നമ്മള് ക്ലച്ച് ഫുള്ളി ഓട്ടി പിടിച്ചിരിക്കുക. ശരിക്കും ഒരു നിരപ്പല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മള് ബ്രേക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യുക. ഇപ്പൊ ഈ റോഡിന്റെ അവസ്ഥ മേമിന് അറിയാം. എന്തുവാ അറിയുന്നത്? സ്ലോപ്പാണ്. നമ്മൾ ബ്രേക്കിൽ നിന്ന് പതുക്കെ ഒന്ന് എടുത്തു നോക്കിയ. എടുത്തിട്ടില്ല മാം, വേണ്ട. ബ്രേക്ക് ഓട്ടിക്കുക പതുക്കെ, അത്രയും പവർ വേണ്ട. നമ്മള് എത്ര ഫ്രീ ആക്കിയാണ് എടുത്തത്, എത്ര പതുക്കെയാണ് നമ്മള് റിലീസ് ചെയ്തത്, അതേപോലെ തന്നെ തിരിച്ചു ഒരാള്. പക്ഷെ വന്നപ്പോ സ്പീഡിൽ വന്ന് ചവിട്ടി. പതുക്കെ ഒന്ന് എടുത്ത് നോക്കിക്കേ, പതുക്കെ ഒന്ന് ചവിട്ടിക്കേ. ഇതേ ഉള്ളു, ഇത്തിരി കൂടെ. അപ്പോഴും ബാക്കി ഇരിക്കുന്നവർ അറിയത്തില്ല. പതുക്കെ ഒന്ന് ബ്രേക്ക് സ്ട്രെയിൻ ചെയ്ത് സ്റ്റിയറിംഗിൽ ബലം പിടിക്കാതെ കൈ രണ്ടും ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ. പതുക്കെ ഒന്ന് നിർത്തിക്കുക. ന്യൂട്രലാക്കിയ മാം. ഹാൻഡ് ബ്രേക്ക് പൊക്കിക്കുക. ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. ന്യൂട്രലാക്കി കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്നും കാലെടുക്കാം. മനസ്സിലായോ? ബ്രേക്കിൽ കാല് വെച്ച് മാം.
ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കും മാം. റിലീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മേപ്പോട്ട് ഉയർത്തി കഴിഞ്ഞാൽ ഈ ബട്ടൺ ഫ്രീ ആവും. എന്നിട്ട് നേരെ താഴോട്ട് ആക്കുക. മേപ്പോട്ട് ഇടാൻ പറയുമ്പോൾ ജസ്റ്റ് മേപ്പോട്ട് വലിച്ചാൽ മതി മാം. മനസ്സിലായി? ഇട്ടത് തെറ്റായിട്ടാണ് മാം. ബട്ടൺ നെക്കിക്കൊണ്ടാണ് ഇട്ടത്. റിലീസ് ചെയ്ത് ജസ്റ്റ് മേപ്പോട്ട് ഉയർത്തിക്കൊണ്ട് ബട്ടൺ നെക്കുക. അതിനുശേഷം ഇട്ട് ഹാൻഡ് ബ്രേക്ക് വേണ്ട. ഓക്കെ അല്ലേ? ഇനി റിലീസ് ചെയ്ത് നെക്കിക്കൊണ്ട് താത്തിയാ മതി. ഓക്കെ അല്ലേ? ഇനി ക്ലച്ച് ഫുള്ളായിട്ട് ഓടിക്കാം മാം. ഫസ്റ്റ് ഗിയർ ഇട്ട് ബലം പിടിക്കരുത്. ഇപ്പോഴും ബലം പിടിച്ചില്ലേ മാം? ആ, ബലം പിടിക്കണ്ട കേട്ടോ. സെക്കൻഡ് ആയിട്ട് അതല്ല, ഇപ്പൊ നേരെ ഫോർത്തിലോട്ട് അതേപോലത്തെ ഒരു തട്ടിയത്. ബലം പിടിക്കണ്ട മാം. ഇത് കണ്ട സിമ്പിൾ ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇത്രേ ഉള്ളു. ഫസ്റ്റ് ടൈം മാം ബലം പിടിക്കാതെ. സെക്കൻഡ് ആക്കിക്കേ, ബലം പിടിക്കണ്ട മാം. ന്യൂട്രൽ, സെക്കൻഡ്, തേർഡ് ആക്കിക്കേ, ഫോർത്ത് ആക്കിക്കേ, ന്യൂട്രൽ, ഫസ്റ്റ്. ഓക്കെ അല്ലേ? ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുത്ത് നോക്കി വണ്ടി മൂവ് ചെയ്യുമോന്ന് അറിയാം. മൂവ് ചെയ്യുന്നുണ്ടോ? ഒരു പരിധി വരെ പോകത്തുള്ളൂ. ഇപ്പൊ മാം ദൂരെ നോക്കിക്കോ. ദൂരെ നോക്കും, കാണാലോ, ഗേറ്റ് കാണാലോ. നമ്മുടെ വണ്ടി എങ്ങോട്ടാ നിൽക്കുന്നത്? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ദൂരെ നോക്കാൻ, എത്തി നോക്കരുത്, ദൂരെ നോക്കാനാ ഞാൻ പറഞ്ഞു. നോക്കിയ എങ്ങോട്ടാ നിൽക്കുന്നത് നമ്മുടെ വണ്ടി? റൈറ്റിലോട്ടാ. അത് തിരിച്ചറിഞ്ഞോണം വണ്ടി. ദൂരെ നോക്കിയ വണ്ടി എങ്ങോട്ട് നിൽക്കുന്ന തിരിച്ചറിയാള്. ഒരു കാരണവശാലും നമുക്കൊന്നും അടുത്ത് വന്നാൽ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പൊ ദൂരെ ഗേറ്റിന്റെ അടുത്ത് തന്നെ മാമിന് അവിടെ ഒരു ഇല കിടക്കുന്ന കാണാവോ? ഉറപ്പായിട്ടും കാണാമല്ലോ മാം. അങ്ങോട്ടൊന്ന് ലെഫ്റ്റിലോട്ട് ഇച്ചിരി ഒന്ന് സ്റ്റിയറിംഗ് തിരികെ ധൈര്യത്തിൽ തിരി. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത കംപ്ലീറ്റ്. അതിന്റെ ക്ലച്ചിൽ നിന്ന് പതുക്കെ, എത്രയും പതുക്കെ കാലെടുക്കാം അത്രയും പതുക്കെ കാലെടുത്ത മാം. പതുക്കെ കാലെടുത്ത് മാമിനെ വലിച്ചോണ്ട് ഓടരുത്. ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ എടുത്ത് ഇത്തിരിയും കൂടെ. വണ്ടി മൂവ് ചെയ്യുന്ന വേണ്ട, അവിടെ നിർത്തും. ക്ലച്ച് ഫുൾ, അത്രയും പവർ വേണ്ട. ബ്രേക്കാണ് വണ്ടിയുടെ പൂർണ്ണ ഉരുളിച്ച നിൽക്കുന്നത്. വണ്ടി പതുക്കിയ വരുന്നെങ്കിൽ ബ്രേക്ക് ആദ്യം ചവിട്ടരുത്, വണ്ടി ഓഫായി പോകും. ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചവിട്ടാവുള്ളൂ. നല്ല സ്പീഡിൽ പോവാണെങ്കിൽ ആദ്യം ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലച്ച് ചവിട്ടാവുള്ളൂ. പിടി കിട്ടിയ? ഇപ്പൊ പതുക്കെ വേണ്ട. ഞാൻ ഉരുണ്ടത് ക്ലച്ച് ഫുള്ളി ചവിട്ടിയാലും ഉരുളിച്ച നിക്കത്തില്ല. നിൽക്കണമെങ്കിൽ ബ്രേക്കും കൂടി ചവിട്ടണം. ക്ലച്ച് ഫുള്ളി ചവിട്ടിട്ട് ബ്രേക്ക് ചവിട്ടി നിർത്തണം. ഇപ്പൊ ലെവലിൽ കിട്ടിയില്ല വണ്ടി, കിട്ടിയില്ല. ആ തിരിച്ചെത്ര നേരാക്കിക്കാമേ? സ്റ്റിയറിംഗ് എങ്ങോട്ടാണ് തിരിച്ചത് ചരിയാനായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് നേരെയാക്കും. സ്റ്റിയറിംഗ് നേരെയായില്ലേ? ഇപ്പോഴും മാമിന് ആ ഇല കാണാലോ, ഉറപ്പല്ല. ഇനി പതുക്കെ ഒന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്ലച്ചിൽ പതുക്കെ വിട്ടുകൊടുക്കും. ഒരുപാട് എത്ര സ്പീഡ് വേണ്ട. ഇപ്പൊ മാമിനെ വലിച്ചോണ്ടാ ഓടുന്നത്. ക്ലച്ച് ചെറുതായിട്ടൊന്ന് താത്തി കൊടുത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് എന്നിട്ട് ക്ലച്ച് പതുക്കെ. ആ ഇല മറയുമ്പോ മാം നിർത്തണേ. പതുക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഉറപ്പാണോ? ഉറപ്പായിട്ട് കാണുന്നില്ല അല്ല? ന്യൂട്രലാക്ക്. ക്ലച്ച് ചവിട്ടിയിട്ടില്ല മാം, അതുകൊണ്ടോ? ടൈറ്റ് ആകുമ്പോ ആലോചിച്ചു ന്യൂട്രല്. ഇല കാണുന്നില്ലല്ലോ, ഉറപ്പല്ല? ഇനി ഇതിനെ കാണാനായിട്ട് എത്തി നോക്കേണ്ട ആവശ്യമുണ്ടോ? മാം കണ്ടോണ്ടാണ് വന്നത്, അത് മറഞ്ഞപ്പോഴാണ് നിന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ മുന്നിൽ മാം വണ്ടി കൊണ്ട് നിർത്താനായിട്ട് പോണു. മാമിന് മുന്നിൽ ഒരു വസ്തു കൊണ്ട് അതിന്റെ എത്രയും പറ്റ കൊണ്ട് നിർത്താൻ പറ്റുമെന്നാണ് മാമിന് കാണിച്ചു തന്നിരിക്കുന്നത്. ആ ഗ്ലാസ് കൂടെ ഒന്ന് താത്തിക്കണം. ഒന്ന് കൊടുത്താ ഓക്കെ അല്ലേ? ഇപ്പൊ മാമിനെ കൊണ്ടുവന്ന് നിർത്തി. അത് എത്രയും ദൂരമാണെന്ന് ഞാൻ കാണിച്ചു തരാം.
കുറെ നാളത്തേക്ക് ഇങ്ങനെ കൊണ്ട് നിർത്താറുള്ളൂ. ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു വസ്തു മറഞ്ഞതിന് ശേഷം ഇപ്പൊ 10 അടിയാണ് മുന്നോട്ട് പോകേണ്ടത്. ഒരു 7 അടി കൊണ്ടുവന്ന് നിർത്തിട്ടാൽ ഒരു 7 അടി കൊണ്ട് നിർത്തിക്കണം. 7 അടി കൊണ്ട് നിർത്തി കഴിഞ്ഞാലും 3 അടി വീണ്ടും കിടപ്പുണ്ട് അവിടെ. മനസ്സിലായി? അപ്പൊ മുന്നിലൊരു വസ്തുവിനെ നമുക്ക് കൊണ്ട് ഇടിക്കത്തില്ല എന്ന് ഉറപ്പായില്ലേ? ഇപ്പൊ നിരപ്പല്ലാത്തൊരു